1841 സ്വാതി തിരുവിതാംകൂർ നിർമ്മിച്ച കൊട്ടാരം അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങാണ്. ഇതാണ് തിരുവിതാംകൂറിന്റെ ഭരണാട്ടാരം. 12 മാർത്താണ്ഡവർമ്മ 1729 തുടങ്ങി 1949 ചിത്തിര തിരുനാളോടുകൂടി അവസാനിച്ചു. ഇതില് സ്വാതി തിരുനാൾ ഇദ്ദേഹം നിർമ്മിച്ചു. ഈ പറയുന്ന കുറച്ചെല്ലാം കണ്ടു. ഇതാണ് സ്വാതി തിരുനാൾ. ഇദ്ദേഹം നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം. മാർത്താണ്ഡവർമ്മ നിർമ്മിച്ച കൊട്ടാരം ഇതാണ്. ഇത് കന്യാകുമാരി പോകുമ്പോൾ തക്കരയാണ്. ഒരു 55 കിലോമീറ്റർ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത കൊട്ടാരം ഇതാണ്. ഇത് 1601 നിർമ്മിച്ചു. 80 ഇതിന് 200 മുറികളാണ്. ഈ കൊട്ടാരത്തിന് 80 മുറികളാണ്. 80 മുറിയുണ്ട്. ഇത് അന്നത്തെ തിരുവിതാംകൂറിന്റെ എംപ്ലോയ് ഇതാണ്. 2 ആനയും ശംഖുമുദ്രയും. അതിൽ ആർമി നോക്കിയ രാമവർമ്മ. ഇവരുടെ പേരിന്റെ അവസാനം രാമവർമ്മ. പേര് അവർ ജനിച്ച നക്ഷത്രം അനിഷം, കാർത്തിക, അവിട്ടം, ആയില്യം, ലാസ്റ്റ് ചിത്തിര. ചിത്തിര 1999 മരിച്ചു. ഇപ്പൊ രാജകുടുംബം താമസിക്കുന്ന കൊട്ടാരം പേര് കവടിയാർ പാലസ്. കവടിയാർ കൊട്ടാരം ഇവിടുന്ന് 5 കിലോമീറ്റർ 105 മുറിയുള്ള കൊട്ടാരം. 5 കിലോമീറ്റർ പേരൂർക്കട പോകുന്ന വഴിക്കാണ് കവടിയാർ. അതിന് ഇപ്പൊ രാജകുടുംബം താമസിക്കുന്ന ഈ പ്രോപ്പർട്ടി 22 ഏക്കർ അമ്പലം ഇതെല്ലാം ഇപ്പൊ അവരുടെയാണ്. രാജകുടുംബത്തിനാണ്. നോക്കിയത് ആനക്കൊമ്പള്. ആനക്കൊമ്പള് രാജഭരണകാലത്ത് ചരിയുന്ന ആനകളുടെ കൊമ്പ് രാജാവ് എടുക്കും. ഇന്ന് രാജാവ് എടുക്കുന്നത്, ഇന്ന് സർക്കാരാണ് എടുക്കുന്നത്. അങ്ങനെ ഒത്തിരി ആനക്കൊമ്പുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ സ്വാതി തിരുനാൾ. ജനനം 1813, മരണം
1846, വെറും 33 വയസ്സ്. മ്യൂസീഷ്യൻ, കമ്പോസർ, സിംഗർ, റോളർ, ആർട്ടിസ്റ്റ്. 33 വയസ്സിൽ 9 ഭാഷകളിൽ 400 മ്യൂസിക് അദ്ദേഹം കമ്പോസ് ചെയ്തു. ഈ 80 മുറി കൊട്ടാരവും 33 അദ്ദേഹം നിർമ്മിച്ചാണ്. 33 എന്ന് പറയുമ്പോൾ ഇതുപോലെ കുട്ടിക്കാലം മൈനസ് ചെയ്യണം, ഒരു 15 വർഷം. പിന്നെ എത്ര വർഷം ഉണ്ടെന്ന് നോക്കി. ഇതെല്ലാം 33 നിർമ്മിച്ചാണ്. അതുപോലെ ഇതിന്റെ പേര് കുതിരമാളിക. ഫ്രണ്ടിൽ വേൾഡ് 122 കുതിര മരത്തിൽ റോപ്പ് സപ്പോർട്ട് ചെയ്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കുതിരമാളിക എന്ന് പേര്. ആയിരത്തി 1829 നിർമ്മിച്ച കഥകളിയുടെ വേഷങ്ങൾ. ഈ കഥകളി വേഷങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് മരത്തിലാണ്, തടിയാണ്. ഒക്കെ തടിയാണ്, ഓർമ്മയില്ല. ഒരു പീസ് മരം നോക്കി. അന്ന് 1800 എന്നൊക്കെ പറയുമ്പോൾ ഒരു മെഷീനറി ഇല്ല, ടെക്നോളജി ഇല്ല, യാതൊന്നുമില്ല. ആൾക്കാർ കൈകൊണ്ട് നിർമ്മിച്ചതാണ്. ഒറ്റ തടി മരത്തിലാണ്. ആദ്യത്തെ കൃഷ്ണവേഷം, രണ്ടാമത്തെ പച്ചവേഷം, മൂന്നാമത്തെ ശ്രീരാമന്റെ വേഷം, ഇതൊക്കെ ഈശ്വരന്റെ വേഷം. നരസിംഹം, ഹനുമാൻ, രാവണൻ, ഗരുഡൻ, രുക്മിണി, നാഗമി, ഇങ്ങനെ 14 മുദ്രകൾ. സീലിംഗൊക്കെ കണ്ടോ? ഈറ്റിയാണ് മരം. 80 മുറി 80 ഡിസൈനിൽ പണിതിട്ടുണ്ട്. 80 മുറിയും ഡിഫറെന്റ് പാറ്റേണാണ്. ഇത് അമ്പാരിയാണ്. ആനപ്പുറത്ത് പോകുന്ന രാജാവ് ഇരിക്കുന്ന സീറ്റ് ഇതാണ്. ആനയും അമ്പാരിയും, അത് അമ്പാരിയിലാണ്. ഇവരൊക്കെ ബെൽജിയം ക്രിസ്ത്യനാണ്. അന്ന് ക്യാൻഡിൽ യൂസ് ചെയ്ത്, ഇപ്പം ഇലക്ട്രിസിറ്റി ആയി. അന്ന് ക്യാൻഡലാണ്. ദൂതൻ ഇത് കഥകളിയുടെ മെസ്സഞ്ചറാണ്. ദൂതൻ മെസ്സഞ്ചറാണ്. ഇതാണ് താടിവേഷം, കത്തി, കരി. അത് ജോക്കർ, ഒബേഡിയൻ. രൂപം തന്നെ അങ്ങനെയാണ്, കണ്ടില്ലേ? ഇത് രാക്ഷസവേഷം, കിരാതവേഷം, ഡീമൻ ക്യാരക്ടർ. ഇതാണ് റാണിമാരെ, രാജ്ഞിമാരെന്ന് ഉപയോഗിച്ചിരുന്ന പല്ലക്ക്. അതൊക്കെ ഈ നിലക്കണ്ണാടികൾ അന്ന് വെനീസിൽ നിന്ന് കൊണ്ടുവന്ന നിലക്കണ്ണ കോട്ടിങ് സിൽവറാണ്. നമ്മുടെ ഇവിടെ മെർക്കുറിയാണ്. ഇതും ആരംഭം. പെയിന്റിംഗ് 1851 തിരുവിതാംകൂർ മഹാരാജാവ് പേര് ഉത്രം തിരുനാൾ നടത്താൻ പറഞ്ഞ ഈ മഹാരാജാവ് 25 ആന കൊണ്ട് ഒരു സിംഹാസനം നിർമ്മിച്ച് വിക്ടോറിയ രാജ്ഞിക്ക് ഇംഗ്ലണ്ടിൽ വിറ്റു. അപ്പോൾ എഴുതിയിട്ടുണ്ട് വിക്ടോറിയ. അന്നത്തെ ബ്രിട്ടന്റെ ജനറല് സിംഹാസനം അവിടെ സ്വീകരിച്ചു. ഇതാണ് സിംഹാസനം, ഇരിക്കുന്നതാണ് ആ സിംഹാസനം. ഇന്ന് ഇംഗ്ലണ്ടില് ക്രിസ്റ്റൽ പാലസിൽ വിക്ടോറിയയുടെ പാലസ് മ്യൂസിയം തീരുമാനം 1855 ഫോട്ടോ ഇല്ല. സ്കെച്ചിൽ വരച്ചിട്ട് നോക്കി എല്ലാവരും തലമുറകളുടെ നമ്പറുണ്ട്. അതേ നമ്പർ ഈ ബോർഡിൽ നോക്കിയ പേരുണ്ട്. അവിടെ കൊടുത്തേക്കുന്ന അതേ നമ്പർ ഇവിടെ നോക്കിയ പേര്. ഈ സ്കെച്ച് 52 കളർ. ഫ്രഞ്ച് ആർട്ടിസ്റ്റ് ലൂയിസ് ഈ സ്കെച്ച് ഓയിൽ പെയിന്റിങ്ങിൽ ക്യാൻവാസിൽ ചെയ്തു. അന്നത്തെ ബാട്ടർ സമ്പ്രദായത്തില് ഫാമിലി കളക്ട് ചെയ്ത കളക്ഷൻസ് പൈസ എല്ലാത്തിനും ആളുണ്ടാവും. എങ്ങനെ അപ്പം നമ്മള് ഇങ്ങനെ എക്സൈൻഡ് ബുക്സ് നമ്മള് എൻ്റെ ആപ്പിളും മാങ്ങ നല്ല ആപ്പിളുമാണ് നീന്തി മാങ്ങ തന്ന തീരും. ആപ്പിളിൻ്റെ വില കൂടുതലല്ലേ? അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ മൂല്യം അനുസരിച്ചുള്ള വസ്തു എക്സ്ചേഞ്ച്. അപ്പോൾ ആപ്പിളിന് ഉള്ള വില അല്ലല്ലോ മാങ്ങ. അതിനാണ് മാർക്കറ്റ്. അന്ന് കൊടുത്തത് കളക്ട് ചെയ്ത പോർസിലീനാണ്. പീരീഡ് അതിനകത്തുണ്ട്. പോർസിലീനും ബ്ലൂ ആൻഡ് വൈറ്റ് പോട്ടറിയും രണ്ടും. ജർമ്മനിയിൽ നിന്ന് കളക്ട് ചെയ്ത മൈസിൻ പീരീഡ് ചെയ്യുന്നുണ്ട് 1700. നോക്കി അത് 14th സെഞ്ച്വറിയിൽ 14ാം നൂറ്റാണ്ടിൽ കളക്ട് ചെയ്ത സംഘാനോഷി സൗത്ത് ചൈനയുടെ കളക്ഷൻസ്. നോക്കിയത് 18th സെഞ്ച്വറിയിൽ നിപ്പോൺ ജപ്പാന്റെ കളക്ഷൻസ്. ക്രിസ്റ്റഡ് കളക്ഷൻസുകളാണ്. പക്ഷേ ഓരോ റൂമിൻ്റെയും ഡിഫറൻ്റാണ്. ഗവൺമെൻറ് തിരുവിതാംകൂറിന്റെ മഹാരാജക്കന്മാർ. ഓക്കെ, ഇതാണ് തിരുവിതാംകൂറിന്റെ
പക്ഷേ ഈ പൃഥ്വിരാജിലെ 9th സെഞ്ചുറി 30-ാം നൂറ്റാണ്ട് ചോള രാജാക്കന്മാരുടെ കീഴിലുള്ള ബ്രോൺസിന്റെ വിഗ്രഹങ്ങളാണ് 30-ാം നൂറ്റാണ്ട്. 30 വർഷങ്ങൾ 14 വർഷങ്ങളില്ല എഴുതിയിട്ടുണ്ട്. ഇവർ ആനക്കൊമ്പരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൊമ്പ് പീസാക്കി കട്ട് ചെയ്ത് കീറി എടുത്താണ് തൊട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കളറൊക്കെ കൊടുത്തു തൂക്കിയിടുന്ന റിമ്മുണ്ട്, തൂക്കിയിട്ടിട്ട് കുട്ടികളെ കൃത്യമായിട്ടും. അതിൽ ഈ വാള് സംഭാജി ശിവജി മഹാരാജാവിൻ്റെ മകൻ മഹാരാഷ്ട്രയിൽ നിന്ന് അദ്ദേഹം ഗിഫ്റ്റായിട്ട് കൊടുത്ത വാളാണ് ആ കാണുന്നത്. ഛത്രപതി മറ്റേ ഞാൻ പറഞ്ഞു 1851 സിംഹാസനം വിക്ടോറിയയ്ക്ക് പോകും. 1728 ഇതാണ് റിയല്, മറ്റേത് കോപ്പിയാണ്. ഇത് റിയല്. ഇതൊക്കെ എൻ്റെ സൈഡുണ്ട്. ബാക്ക് സൈഡ് ലെഫ്റ്റ് സൈഡൊക്കെ കണ്ണാടി 25 ആനക്കൊമ്പ് നിർമ്മിച്ചു. അദ്ദേഹത്തിൻ്റെ ഉടവാളും ഇരിപ്പുണ്ട്. മറ്റൊരു സിംഹാസനം സ്ഫടികത്തിലെ സിംഹാസനം. സ്ഫടികം ക്രിസ്റ്റൽ. അതാണല്ലേ ഇന്നത്തെ പോലെ ഒരു മോൾഡിങ്ങോ ടെക്നോളജി ഒന്നുമില്ല. ഇത് നമ്മൾ നിർമ്മിച്ചല്ല. ഇത് ചെക്കോസ്ലോവാക്യയിൽ നിന്ന് തിരുവിതാംകൂറിന്റെ അവസാനത്തെ മഹാരാജ വിദ്യാഭ്യാസം ലാസ്റ്റ് റൂളർ എനിക്ക് പേര് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1912 ജനിച്ച് 1991 ജൂലൈ 20 മരിച്ചു. 1931 മുതൽ 49 വരെ തിരുവിതാംകൂർ ഭരിച്ചു. 49 വരെ. അത് കഴിഞ്ഞു 56 വരെ ആദ്യത്തെ ഗവർണറായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ചാൻസലറായിരുന്നു മഹാരാജ. നമ്മുടെ SBT സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഫൗണ്ടർ, നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ഫൗണ്ടർ, KSRTCയുടെ ഫൗണ്ടർ, എയർപോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ ഫൗണ്ടർ, ശ്രീ ചിത്തിര തിരുനാൾ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടർ, ക്ഷേത്രപ്രവേശനോളംബരം 36, ആലുവ FICT, ടൈറ്റാനിയം, SVT SIT ഹോസ്പിറ്റലുകളുടെ സെക്രട്ടേറിയറ്റ് വരെ നിർമ്മിച്ചു മഹാരാജാവാണ്. 91 മരിച്ചു. ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു 3D പെയിൻറ്റിംഗ് ആണ്. 3D നമ്മൾ ഏത് ഡയറക്ഷനിൽ അദ്ദേഹത്തിന് നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ഫുൾ ബോഡി ഷൂസ് വരെ നമ്മളെങ്ങോട്ട് വന്ന ഡയറക്ഷനിലേക്ക് നമ്മൾ നടന്ന് കളിച്ചതാണ് പെയിന്റ്. റഷ്യൻ പെയിന്റ്. തോക്കേട് 1741 നടന്ന കുളച്ചൻ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരൻ ഡച്ചമനമെന്ന രാജ്യമാണ് പോർച്ചുഗീസ് ആയിരുന്നു, പിന്നെ അത് ഡച്ചായി, പിന്നെ ഹോളണ്ടായി, ഇപ്പൊ രാജ്യം നെതർലാൻഡ്. പേരിങ്ങനെ മാറി മാറി നെതർലാൻഡ്. ആ ഡച്ചുകാരെ തോൽപ്പിച്ച് അവരിൽ നിന്ന് മാർത്താണ്ഡവർമ്മ പിടിച്ചെടുത്ത തോക്കുകളാണ് ഇത്. ആർമി ഗണ്ണ്, ആ വലിയ ഗണ്ണ് ഡച്ച് ക്യാപ്റ്റൻ ഡിനലോയ് ഉപയോഗിച്ച ഗണ്ണുമാണ്. ഡച്ച് ക്യാപ്റ്റൻ ഡിനലോയ് ആണ്. അതേ ആ ഫോട്ടോയിലൊക്കെ ആ മുട്ടൂത്തിരിക്കുന്ന ഡച്ചുകാരനാണ്, സറണ്ടറായി. ഇത് മാർത്താണ്ഡവർമ്മയാണ്. ഇതെല്ലാം കുളച്ചൽ യുദ്ധത്തിൽ പിടിച്ചെടുത്താണ് 1741.
മഹാരാജ വന്ന് യൂസ് ചെയ്ത ലൈബ്രറിയാണ്. ലൈബ്രറി നോക്കി ബുക്ക് വയ്ക്കുന്ന ഷെൽഫുകൾ. ഇത് താമരയുടെ സീലിംഗ് മരമാണ്, തേക്കാണ്. മരത്തിലാണ് കാർഡിങ്. കളറും നാച്ചുറൽ കളേഴ്സ്, വെജിറ്റബിൾ ഡൈസ്, പച്ചച്ചാരം പൈച്ചാരം കൊണ്ടുള്ള ഇന്നത്തെ നാച്ചുറൽ കളേഴ്സിൻ്റെ പെയിൻറ്റിങ്ങാണ്. മറ്റൊരു പ്രത്യേകത നോക്കി ഇത് 4 വാതിൽ. എന്താ 4 വാതിൽ? ഞാൻ പറഞ്ഞ 80 മുറി, 20 ഈസ്റ്റ്, 20 വെസ്റ്റ്. നിൽക്കുന്ന ഫ്ലോറും നോക്കി. എന്താ ഫ്ലോറും മരമാണിത്, ഉണ്ടല്ലേ? മരത്തിൻ്റെ മുകളിൽ സുർക്കിയാണ് മിശ്രിതം. സുർക്കി, മണല്, മുട്ടയുടെ വെള്ള, ക്ലേ പൗഡർ, ചിരട്ടക്കരി, ജാഗ്രി, ചോപ്പ് അങ്ങനെയുള്ള പേസ്റ്റാക്കി മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെയാണ്. വലിയ ആള് ഇതിന്റെ മുമ്പ് പറഞ്ഞു മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞു ആന ചരിഞ്ഞിട്ടെടുക്കുന്നതാണ്. എൻ്റെ പ്രത്യേകത അതാണ് ഇത്രയും വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയും പുറമേ ഉള്ളൂ. ഇതൊക്കെ വൈറ്റ് വെർഷൻ അതിനോട് തലയ്ക്കുള്ളിൽ നിന്ന് ഡെത്തായതിനു ശേഷം 4 മാസം വെയിറ്റ് ചെയ്ത് എൻ്റെ ബോഡിയൊക്കെ ഡീകംപ്രോസ്ഡ് ആയിട്ട് പിന്നെ എടുക്കാം. അപ്പോൾ ഉള്ളിലുള്ളത് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. ബോഡിയൊക്കെ അഴുകി പോയിട്ട് എടുക്കുന്നതാണ്. അപ്പോഴാണ് കൊമ്പ് ഫുള്ളായിട്ട്. അതുപോലെ ഓയിലാണ്. പിന്നെ ഇതും ഒമ്മാണ്. ഇതിൻ്റെ ഒമ്മാണ്. പെണ്ണാനല്ലേ? പെണ്ണാന. അതിന് തേറ്റ ഉണ്ടാവും. തേറ്റ മെയിലാനയ്ക്ക് മാത്രമേ അങ്ങനെ വളരുള്ളൂ. അത് ചെറുതായിരിക്കും, പുറമേക്ക് വരില്ല, ഉള്ളിലല്ല. അതാണ് ഈ സാധനം. അതും സിൽവറുമാണ്. ഈ കൈകളിലൊക്കെ കാൻഡിൽ എത്തിച്ചേക്കും ഡിന്നർ കഴിക്കുമ്പോൾ. നോക്കി ആനക്കൊമ്പിൽ പാവയ്ക്ക, മാംഗോ, ചർച്ച്, എല്ലാ ആനക്കൊമ്പിലാണ്. പിന്നെ അതുപോലെ ഇത് പൂജാ റൂമിലിരുന്ന ഗ്ലാസ്സിലെ കിണ്ടിയ വിളക്കുകൾ, ഗ്ലാസ് ഐറ്റംസ് ഒക്കെ. അതുപോലെ ഇതൊക്കെ ഓയിലാണ് വെള്ളം. ഞാൻ ഇവിടെ 20 റൂം പറഞ്ഞു. ഇവിടെ 25 മ്യൂസിയം ആയിട്ടുണ്ട്. ബാക്കി അടഞ്ഞടക്കാം. റിനോവേഷൻ നടക്കുന്നുണ്ട്. പശുവിന്റെ മാർബിളാണ്. ഇറ്റാലിയൻ ഗവൺമെന്റ് കരാറ മാർബിളിൽ നിർമ്മിച്ച് കിറ്റ് കൊടുത്തു. എന്നിട്ട് ആ കോർണറിൽ ഇരിക്കുന്ന ചൈനയുടെ പോർസലീനാണ്. ക്ലാസിക്കൽ മത്സ്യകന്യ, മർമെയ്ഡ് എല്ലാം എന്നിട്ട് ഗിഫ്റ്റ് ഐറ്റംസ്. അതൊക്കെ കളരിപ്പയറ്റിൻ്റെ ആയുധങ്ങളാണ്. മാർഷൽ ആർട്സിൻ്റെ വെപ്പൺസുകളാണ് ഈ കാണുന്നത്. കളരിയുടെ ട്രെയിനിങ്ങിന് ഉപയോഗിച്ചിരുന്ന ഒക്കെ കടാരകളുണ്ട്, കത്തികളുണ്ട്, ജാങ്കയുടെ അലോയ്സുകളുണ്ട്, മാൻകൊമ്പിലെ വെപ്പൺസുകളുണ്ട്. ഇതെല്ലാം കളരിപ്പയറ്റിൻ്റെ ട്രെയിനിങ്ങാണ്. ഡിഫറെൻ്റ് നൈഫുകളുടെ കടാരകൾ. ഇത് ഹണ്ടിങ്ങിന് വേട്ടയ്ക്ക് പോകുമ്പോൾ ഉപയോഗിച്ച സ്പീവേഴ്സ് വെപ്പൺസുകൾ.
ഓക്കെ, ഇതൊക്കെ അഫ്ഗാൻ്റെ ഹെവി സോഡികൾ. ഹെർക്കുലീസ് ഗ്രീക്കിന്റെ ദേവനാണ്, ഗിറ്റാണ്. നേപ്പാൾ മഹാരാജാവ് സോഡിയറിനാണ് കൊടുത്ത ബുദ്ധിസ്റ്റിന്റെ പകോടാണ്. ഓക്കെ, ഇതൊരു ഓസ്ട്രേലിയയുടെ ഗിഫ്റ്റ്. പാംഡ്രീം നാഷണൽ ബേർഡ് ഇമോ. ഇതൊരു മ്യൂസിക്കൽ ഡ്രീം കൂടിയാണ്, മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റും. ഇതൊക്കെ സമയം ഉപയോഗിച്ച സൂര്യ ഘടികാരത്തിന്റെ മോഡലാണ്. ഇതിന്റെ ഒറിജിനൽ നമ്മൾക്ക് ജയ്പൂരൊക്കെ കേൾക്കണം. ഇതാണ് ഇതൊക്കെ ബേസോടെ പുറമേ വയ്ക്കും. ലെൻസ് സൂര്യന് ഫോക്കസ് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ സൂര്യപ്രകാശം ലെൻസ് വഴി ഡയലിൽ വരും. ഡയലിൽ ടൈമാണ്, എങ്ങനെ മാറും. സൂര്യൻ അതിനകത്ത് വഴിമരുന്ന് വെച്ചു ലെൻസിലെ വെട്ടം ഡയറക്റ്റ് പീവിങ്ങി പതിച്ച് ചൂടായി 1 മണിക്കൂറാകുമ്പോൾ വെടി പൊട്ടി അലാറം ചെയ്യും. അലാറം നോക്കണം. ജന്തർ മന്ദറിൽ ജയ്പൂരൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതാണ് മഹാരാജ ഉപയോഗിച്ച സംഗീതോപകരണങ്ങൾ. സോഡിയറിനാണ് മഹാരാജാവിൻ്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസുകളാണ് ഇതെല്ലാം. അദ്ദേഹം 400 മ്യൂസിക്കും കമ്പോസ് ചെയ്ത് 33 വയസ്സിലാണ് ഇതെല്ലാം ഉപയോഗിക്കും. മ്യൂസിക്കും കമ്പോസ് ചെയ്തു. മാർബിളിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ, മാർബിൾ, ഇറ്റാലിയൻ മാർബിൾ, കരാറ മാർബിളേറ്റ് ചെയ്ത് കൊണ്ടുവന്ന വിഗ്രഹങ്ങളൊക്കെ ഇവിടെ. ഇത് അമ്പലത്തിൽ വിഗ്രഹം ഉണ്ടല്ലോ. ഓക്കെ, ഫാമിലി ഉപയോഗിച്ച ഡ്രസ്സിംഗ് ടേബിൾ, മേക്കപ്പ് ടേബിൾ ഉണ്ട്. അത് ഇവിടത്തിന്റെ ഡ്രസ്സിംഗ് ടേബിളാണ്. ഇത് മണ്ഡപം, പൂജാ മണ്ഡപം, നടരാജ വിഗ്രഹമാണ്. പക്ഷെ ഇത് നോക്കി, ഇത് വാരണാസി ഉത്തർപ്രദേശിലെ കാശി മഹാരാജാവ് നിർമ്മിച്ചൊരു കൊട്ടാരമാണ്, രാംനഗർ ഫോർട്ട്. നമ്മളത് ഉത്തർപ്രദേശിൽ നിന്നുണ്ട്, വാരണാസിയിൽ. നോക്കി, അതിവിടെ സ്റ്റിച്ച് വർക്ക്, എംബ്രോയിഡറി വർക്ക് ചെയ്തു. പിന്നെ മെറ്റീരിയൽ ഗോൾഡും സിൽവറും ത്രെഡ് സ്റ്റിച്ച്, ആനക്കൊമ്പ് ഫ്രെയിം, സ്വർണം, വെള്ളി, ആനക്കൊമ്പ്, വിലയില്ല. ഇത് ടെമ്പിള്, ഔട്ട്സൈഡ് ടെമ്പിള്. അതൊക്കെ നൃത്തമണ്ഡപമാണ്, ഡാൻസിംഗ് ആണ്. രാജാവോട് ഒരു ചപ്രമഞ്ച കട്ടിൽ പെർഫോമൻസ് ഇവിടെ നടക്കും. ക്ലാസിക്കൽ ഡാൻസൊക്കെ നമ്മൾ ചെയ്യും. അതുപോലെ ഗ്രില്ല് ഇതൊന്ന് പുറത്തോട്ടാണ്.
1000 വർക്കേഴ്സ് 4 വർഷം. പക്ഷെ മാർലോ ഉപയോഗിച്ചത് 1 വർഷം. 33 വയസ്സിൽ മരിച്ചു. മരണശേഷം ഇത് 150 വർഷമാണ് അദ്ദേഹം. 1846 1996 റീസൺ ലാസ്റ്റ് ദിവസം നല്ല ലൈഫ്. പണ്ഡിതന്മാര്, വിദ്വാൻമാര്, ഡിബേറ്റുകള്, ചർച്ചകള് അവിടെ എഴുതിയിട്ടുണ്ട്. പണ്ഡിത തുണി നോക്കി നമ്മൾ ഈ ഡിസൈൻ കണ്ടിട്ടുണ്ട് കാശ്മീരികളുടെ കാർപ്പറ്റിൽ. പക്ഷേ ഈ ഡിസൈൻ നോക്കി 200 വർഷം മുമ്പ് ഇവിടെ കൊത്തി വെച്ചു. ഇതിനകത്ത് ഒത്തിരി തുണിയാണ്. അതൊക്കെ കോർണറിൽ ഇരിക്കുന്ന ഈ ഇതാണ് കേട്ടോ. രണ്ടാമത്തെ നോക്കി ഡ്രാഗണുണ്ട്. മൂന്നാമത് ഇവിടെ നോക്കി ആന. നാലാമത് ഇവിടെ നോക്കി തലവായിട്ട് തത്ത. ഇങ്ങനെ ഫുള്ള് റൗണ്ട് കൊത്തി വെച്ചിരിക്കുക. ക്യാരറ്റ്, എലിഫന്റ്, ഡ്രാഗണ്, ഈഗിള്. തത്താടില്ല ഇവിടെ. തത്താടി കണ്ടില്ല. ഇതെല്ലാം തുണി നോക്കി. ഇതൊക്കെ 4 വർഷം എന്ന് പറയുമ്പോഴേ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. മ്യൂസീഷ്യൻ, സ്കോളർ, കമ്പോസർ. ഇതാണോ 400 കമ്പോസിഷൻ. ഞാൻ ചുമ്മാ പറഞ്ഞല്ല. 9 ഭാഷ: മലയാളം, സംസ്കൃതം, തമിഴ്, തെലുങ്ക്, ബംഗാളി, ഒറിയ, ഹിന്ദി, മറാത്തി, ഇംഗ്ലീഷ്. 400 മ്യൂസിക്. ഓൾഡ് 47 മീറ്റർ അമ്പലങ്ങളുണ്ട്.